കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം 6 പടൈ വീട്. ഇത് കേൾക്കുമ്പോൾ എന്താണെന്ന് ചിലവർക്കൊരു സംശയം ഉണ്ടാവും. 6 പടൈ വീട്, എന്താണ് ഈ 6 പടൈ വീട് എന്ന് പറയുന്നത്? ഈ 6 പടൈ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ആരെയാണ്? ഇവിടെ മുരുകനെയാണ്. അതായത് പഴനി ആണ്ടവൻ, മുരുകൻ, സുബ്രഹ്മണ്യൻ, ഈ ദേവന്റെ വീടാണ് 6 വീട്, 6 പടൈ വീട്. അതായത് സുബ്രഹ്മണ്യന് നായ, മുരുകനായ, ആണ്ടവനായ, പഴനി ആണ്ടവനായ ആ ദേവന്റെ 6 ക്ഷേത്രങ്ങൾ, അതാണ് 6 പടൈ വീട് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അതിലൊന്ന് ഈ 6 പടൈ വീടില് ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രം. ഇതെല്ലാം തമിഴ്നാട്ടിലാണ് കേട്ടോ, കേരളത്തിലല്ല. 6 പടൈ വീടില് ഒരു വീടാണ് പഴനി ദണ്ഡായുധപാണി ക്ഷേത്രം. അതായത് നമ്മുടെ പഴനി ക്ഷേത്രം. ഇവിടെ ഒരിക്കലെങ്കിലും പോകാത്തവരുണ്ടാകില്ല, ഇല്ലേ? പഴനി ദർശനം ചെയ്യാത്തവർ വളരെ അപൂർവമായിരിക്കും, പഴനി പോകാത്തവർ. അപ്പൊ പഴനി ദണ്ഡായുധപാണി ക്ഷേത്രം, പഴനി ആണ്ടവ ക്ഷേത്രം, മുരുക ക്ഷേത്രം, ഇത് മുരുകന്റെ അല്ലെങ്കിൽ ആണ്ടവന്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ 6 പടൈ വീടിൽ ഒന്നാണ് പഴനി എന്ന് പറയുന്നത്. ഇവിടുത്തെ വിഗ്രഹം, ഈ പഴനിയിലുള്ള വിഗ്രഹം നവപാഷാണശില കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നവപാഷാണശില കൊണ്ട്. ഔഷധ ഗുണം, അഭിഷേകത്തിന് കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഈ നവപാഷാണശിലയിൽ അഭിഷേകം ചെയ്താൽ ആ അഭിഷേകത്തിന് വളരെ ഗുണമുണ്ടാവും. അപ്പൊ പഴനിയിലുള്ള ആ വിഗ്രഹം നവപാഷാണശില കൊണ്ട് നിർമ്മിച്ചതാണ്. അവിടെ 659 പടികൾ കയറണം. രണ്ടാമത്തെ 6 പടൈ വീടിലെ രണ്ടാമത്തെ വീടാണ് തിരുപ്പുറംകുണ്ടം. തിരുപ്പുറംകുണ്ടം 1000-ൽ പരം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവിടെ വെച്ചാണ് മുരുകൻ ഇന്ദ്രപുത്രിയായ ദേവയാനിയെ വിവാഹം കഴിച്ചത്. തിരുപ്പുറംകുണ്ടം മുരുകന്റെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുപ്പുറംകുണ്ടം. അതുപോലെ തന്നെ 3ാമത്തെ ക്ഷേത്രമാണ് മുരുകന്റെ പഴമുതിർച്ചോല. അപ്പം മുരുകന്റെ 3ാമത്തെ 6 പടൈ വീട്ടിലെ 3ാമത്തെ ക്ഷേത്രമാണ് പഴമുതിർച്ചോല. ഇവിടെ വെച്ചാണ് ഔവ്വയാർക്ക് ജ്ഞാനോപദേശം നൽകിയത്. ഔവ്വയാർക്ക് ജ്ഞാനോപദേശം നൽകിയത് ഇവിടെ വെച്ചാണ്. ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വള്ളി ദേവിയെ പാണിഗ്രഹം ചെയ്ത മുരുകനാണ് വാണരുളുന്നത്. വള്ളി ദേവിയെ പാണിഗ്രഹം ചെയ്ത മുരുകനാണ് ഈ പഴമുതിർച്ചോല എന്ന ക്ഷേത്രത്തിൽ വാഴുന്നത്. പിന്നെ 4ാമത്തെ മുരുകന്റെ ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം. തിരുച്ചെന്തൂർ ക്ഷേത്രം ഇതെല്ലാം തമിഴ്നാട്ടിലുള്ളതാണ്. ശത്രു സംഹാരത്തിന് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ വേണ്ട വഴിപാടുകൾ ചെയ്താൽ ശത്രുദോഷം മാറിക്കിട്ടും. അപ്പം 4ാമത്തെ ക്ഷേത്രമായ തിരുച്ചെന്തൂർ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 5ാമത്തെ ക്ഷേത്രം തിരുത്തണിയാണ്. 6ാമത്തെ സ്വാമിമല എന്നറിയപ്പെടുന്നു. സ്വാമിമല. ഇങ്ങനെ 6 ക്ഷേത്രങ്ങൾ, മുരുകന്റെ 6 ക്ഷേത്രങ്ങൾ 6 പടൈ വീട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 6 പടൈ വീട്ടിൽ മൊത്തം പോയി ദർശിച്ച ആൾക്കാരുണ്ടാകാം നമ്മളുടെ ഇടയിൽ. വളരെ പുണ്യമാണ് അങ്ങനെയുള്ള ആ ക്ഷേത്ര ദർശനം. മുരുകന്റെ ഈ 6 പടൈ വീട് എന്ന ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.